ഹലോ ഡിയേഴ്സ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമിഴിൽ കണ്ട പോലെ ഒരു ട്രിപ്പാണ് കേട്ടോ. ഞാൻ മൂകാംബികയിലേക്ക് വിത്ത് ഫാമിലി പോയ ഒരു ട്രിപ്പിലേക്കുള്ള കുറച്ച് വിശേഷങ്ങളും പിന്നെ മൂകാംബികയിലേക്ക് ആദ്യമായി പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടിപ്സുകൾ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2:40 രാജധാനി എക്സ്പ്രസ് ആയിരുന്നു ഞങ്ങൾക്കുള്ള ട്രെയിൻ കേട്ടോ. ഞങ്ങൾ നേരെ ഉടുപ്പിയിലേക്കാണ് പോയി ഇറങ്ങുന്നത്. ആസ് യൂഷ്വൽ എല്ലായിടത്തും എപ്പോഴും ഉള്ള പോലെ ഇച്ചിരി ലേറ്റായിട്ട്, അതായത് പക്ഷേ ട്രെയിൻ കിട്ടി കേട്ടോ. അങ്ങനെ കുറച്ച് ലേറ്റായിട്ട്, എന്നാൽ എനിക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അതായത് ഡാൻസിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ഓരോ പ്രാവശ്യം ചിലത് നമ്മുടെ കയ്യിലുള്ളത് തന്നെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ റെൻ്റ് എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഡ്രസ്സ് എടുത്തിട്ട് വേണം പോവേണ്ടിയിരുന്നത്. അങ്ങനെ ദേ മഴവിൽ ഡാൻസ് കോസ്റ്റ്യൂം എന്ന് പറയുന്ന കരമനയുള്ള ഡാൻസ് കോസ്റ്റ്യൂം നിന്നാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് റെൻ്റിലെടുക്കുന്നത്. സോ അതൊക്കെ എടുത്തിട്ട് 2:40 ട്രെയിനെങ്കിൽ 2:35 ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ വണ്ടിയൊക്കെ എന്തോ ഭാഗ്യത്തിന് പാർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ദയവ് ചെയ്ത് ഇത്തരം സാഹസികമായ പ്രവൃത്തികൾ ആരും ചെയ്യരുത്. എന്താണ്, ടൈമിന് ഒരു 15 മിനിറ്റ് മുന്നെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ശ്രമിക്കുക. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡാൻസ് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോയത്. പക്ഷെ ഞാനിപ്പോൾ ഫാമിലി ഉള്ളത് കൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഈ ട്രെയിനിൽ തന്നെ വേറെ ബോഗിയിൽ ഞങ്ങളുടെ ഡാൻസ് ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അതിലൊരു 3-4 പിള്ളേർക്ക് കയറാൻ പറ്റിയിട്ടില്ല. അവർ പിന്നെ ബസ്സും പിന്നെ ഇരട്ടി പാടായിട്ടാണ് സ്ഥലത്തെത്തിയത് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് മുന്നേ സ്ഥലത്തെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്, സ്റ്റേഷനിലെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു പോയിന്റ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡാൻസ് ഗ്രൂപ്പിൻ്റെ കൂടെ കുറച്ച് വീഡിയോസ് എടുത്തു, കുറച്ച് റീൽസ് വീഡിയോ. ട്രെയിനിൽ പോകുമ്പോൾ അത് മസ്റ്റാണല്ലോ. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇവരെ സഹകരിക്കുമെന്നേ വിചാരിച്ചതല്ല. പക്ഷേ എങ്ങനെയൊക്കെയോ പെട്ടെന്ന് തന്നെ ഞങ്ങളതിൽ നിന്നൊരു റീല് കാണുന്നു. ഇവരുമായിട്ട് ചെയ്യാൻ, അതായത് ഫാമിലി ആയിട്ട് ചെയ്യാൻ ആപ്റ്റാണെന്ന് തോന്നി. അങ്ങനെ അവരെയൊക്കെ സെറ്റ് ചെയ്താൽ പഠിപ്പിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. കോമഡി ആയിരുന്നു. ഒരു 2-3 മണിക്കൂർ എങ്ങനെ പോയി എന്നറിയത്തില്ല. അതിൻ്റെ ഒരു അടിപൊളിയായിട്ട് അതങ്ങ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളിങ്ങനെ മൂകാംബികയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 വീക്സ് മുന്നേ തന്നെ അതിൻ്റെ ടിക്കറ്റ്സ് എടുക്കാനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങുക. നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക. കാരണം അങ്ങോട്ടേക്കുള്ളതൊക്കെ ടിക്കറ്റൊക്കെ ഭയങ്കര പാടായിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഞങ്ങളൊരു ഓഫ് സീസണിൽ പോയതുകൊണ്ട് ടിക്കറ്റും അവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ കിട്ടിയെന്ന് വേണം പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി ശ്രദ്ധിക്കുക. പിന്നെ ട്രെയിനിലെ ഫുഡ്, കുറച്ച് പ്രായമുള്ളവരൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ട്രെയിനിലെ ഫുഡ് അവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഫുഡ് ഒരു ദിവസത്തേക്കുള്ളതെങ്കിലും കരുതിയാൽ നന്നായിരിക്കും. അപ്പോൾ ആക്ച്വലി സമയം പോയത് അറിഞ്ഞില്ല. നമ്മളൊരു ഉച്ചയ്ക്ക് കയറുന്നുണ്ട്. ഒരു 2:40 ട്രെയിൻ ആയതുകൊണ്ട് എന്താണ് സമയം പോയതും അറിഞ്ഞില്ല. ഞങ്ങൾക്കൊരു 3:20 ആകുമ്പോൾ നമ്മൾ ഉടുപ്പിയിലെത്തും കേട്ടോ. പിന്നെ അവിടെ നിന്ന് നെക്സ്റ്റ് അടുത്ത ട്രെയിനിൽ നമുക്ക് ബൈന്ദൂർ എന്ന സ്റ്റേഷനിൽ പോയിട്ട് ഇറങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് മൂകാംബികയിലേക്കുള്ള ട്രെയിനൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യം വേറൊരു ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നതാണ്. അത് കൺഫേം ആവാത്തത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് സെക്കൻഡ് എടുത്തതാണ് ഈ ട്രെയിൻ. അതും ഒരു ഓഫ് സീസൺ ആയിട്ട് കൂടി. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് കൺഫേം ആവുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നേരത്തെ തന്നെ ഒരു 2-3 വീക്സ് മുന്നേ തന്നെ ടിക്കറ്റ്സൊക്കെ എടുക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. റിട്ടേണും അതുപോലെ തന്നെ എടുക്കുക. കാരണം ടിക്കറ്റ്സൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ടേക്കുള്ളത്. ഈ അമ്മമാർക്കൊന്നും ട്രെയിനിൽ എപ്പോഴും കയറിയുള്ള പരിചയമൊന്നുമില്ലല്ലോ. അപ്പോൾ ട്രെയിനിൽ കയറ്റി കിടത്തുന്നത് ഒക്കെയുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ മാക്സിമം ടിക്കറ്റ് എടുക്കുമ്പോൾ പ്രായമായവർ കൂടെ ഉണ്ടെങ്കിൽ ലോവർ ബെർത്ത് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിരുന്നു. 2-3 എണ്ണം കിട്ടുകയും ചെയ്തു. പിന്നെ മാക്സിമം അവരങ്ങനെ, അതാണ് ഞാൻ പറയുന്നത്, ടിക്കറ്റ് നേരത്തെ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്കൊരു അബദ്ധം പറ്റി. 3:30 അവിടെ എത്തുമെന്ന് വിചാരിച്ച് എല്ലാവരും ഉറങ്ങി. ഒരു 3 മണിയായപ്പോൾ ഉടുപ്പി സ്റ്റേഷനിലെത്തി. കിട്ടിയത് പകുതി, കിട്ടാത്ത പകുതി, എല്ലാ സാധനവും എടുത്ത് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി എന്ന് വേണം പറയാൻ. പക്ഷേ 3:20 വണ്ടി അവിടെ നിന്ന് എടുത്തുള്ളൂ കേട്ടോ. അതുവരെ അവിടെ സമയം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അടുത്ത ബൈന്ദൂരിലേക്കുള്ള ട്രെയിൻ 4:30 5 മണിക്കോ എന്തോ ആയിരുന്നു. അപ്പോൾ കുറേ നേരം ഞങ്ങളവിടെ ആ ഒരു സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു, ഉടുപ്പി സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ എൻ്റെ ഡാൻസ് ടീം ഉണ്ടായിരുന്നു. അവർക്ക് ഇവിടെ നിന്ന് ഉടുപ്പിയിൽ നിന്ന് ഡയറക്റ്റ് മൂകാംബികയിലേക്ക് ഒരു ട്രാവലർ ബുക്ക് ചെയ്തു. എനിക്ക് ഷൂട്ടുള്ളത് കാരണം ഞാൻ ആദ്യം കൺഫേം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പോകാൻ പറ്റുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. സോ കൺഫേം ആയതിനു ശേഷം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ട്രെയിനും ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തത് ക്യാൻസലായി. സെക്കൻഡാണ് ഇങ്ങനൊരു പ്ലാൻ വന്നത്. പക്ഷേ എന്തുകൊണ്ടും ബെറ്ററായിരുന്നു. ഒരു ട്രെയിൻ കൂടി പിടിക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ.
പക്ഷേ അവർ ഡയറക്റ്റ് ട്രാവലർ വഴി പോയി. ഞങ്ങളൊരു 5 മണി വരെ വെയിറ്റ് ചെയ്ത് ഉടുപ്പിയിൽ നിന്ന് അടുത്ത ബൈന്ദൂറിലേക്ക് സ്റ്റേഷൻ ഇറങ്ങി കേട്ടോ. അവിടെ നിന്നിട്ട് മൂകാംബികയിലേക്ക് ഒരു ടാക്സി പിടിച്ച് പോവുകയാണ് ചെയ്തത്. ഒരു 30 കിലോമീറ്ററോ എന്തോ ആണ് ഉണ്ടായിരുന്നത് മൂകാംബികയിലേക്ക്. പക്ഷേ യാത്ര വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് മൂകാംബികയിലേക്ക് പോകാനുള്ളവരാണെങ്കിൽ അതങ്ങനെ എത്രയും നേരത്തെ സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റ് നോക്കുക ഏതാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത്. കുറേ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ എത്ര ട്രെയിൻ കയറിയാൽ അവിടെ എത്താം, അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഏത് ഹോട്ടലാണ് ഏറ്റവും ബെസ്റ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അതിലേക്ക് സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഉടുപ്പിയിൽ നിന്നുള്ള ട്രെയിൻ എത്തി. ഞങ്ങളതിൽ കയറി. അതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് ഒരു 5:30-6 മണി, ഞാൻ കാണാത്ത സമയം, അധികം ഞാൻ കാണാത്ത സമയമാണ് ഈ വെളുപ്പാങ്കാലം എന്നുള്ളത്. പക്ഷെ എന്തൊരു ബ്യൂട്ടിഫുള്ളായിരുന്നറിയോ. കുറേയൊക്കെ നമ്മൾ കേരളത്തിൻ്റെ അതായത് അതേ ഭംഗി തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പോകുന്ന വഴിക്കൊക്കെ. വളരെ അടിപൊളിയായിരുന്നു ആ ഒരു കാഴ്ച. ഭയങ്കര രസമായിരുന്നു. ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. നല്ല മഴയുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നിയത്. ഞങ്ങൾ പിന്നെ കുട കരുതിയിട്ടുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു പോയ സമയത്തുമൊക്കെ. ഈ ഉടുപ്പി ആയാലും നമ്മൾ പോയി ഇറങ്ങിയ ബൈന്ദൂർ ആയാലും മൂകാംബിക ആയാലും ഒക്കെ നല്ല മഴയും മഴ പെയ്ത് തോർന്ന് നിൽക്കുന്ന സമയമൊക്കെ ആയിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ ബൈന്ദൂർ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഇതാണ് ബൈന്ദൂർ സ്റ്റേഷൻ കേട്ടോ. നല്ല രസമുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. എന്നിട്ട് ഞങ്ങളൊരു ടാക്സി പിടിച്ചു കേട്ടോ. ഞങ്ങൾ 8 പേരാണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 8 പേർക്ക് നല്ല സുഖമായി ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ടാക്സി. ഈ ബൈന്ദൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മൂകാംബികയിലേക്ക് ഒരു 30 കിലോമീറ്ററിൽ അധികമുണ്ട്. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ ബസ് പിടിച്ചിട്ട് അവിടെ എത്തിയാലും പിന്നെ അവിടെ പോയിട്ട് നമ്മൾ തന്നെ ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണം, സ്റ്റേ, പിന്നെ അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ, അലച്ചിൽ എല്ലാം ഈ ഒരു എങ്ങനെ നോക്കിയാലും 8 പേര് ഒന്നിച്ച് സഞ്ചരിക്കുമ്പോൾ ഏറ്റവും ലാഭമായിട്ട് തോന്നി ടാക്സി ആണെങ്കിൽ. ഇതിപ്പോൾ നിങ്ങളൊരു കുഞ്ഞു ഫാമിലി ആയിട്ട് 1-2 പേര് പോകുമ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ ബസ്സായിരിക്കും ലാഭം, അല്ലെങ്കിൽ ഡയറക്റ്റ് എത്താൻ പറ്റിയാൽ അത്രയും നല്ലത്. അങ്ങനെ അല്ല എന്നുള്ളവർക്കുള്ള കാര്യമാണ് പറയുന്നത്. ഞങ്ങളൊരു 8 പേര് കൂടി പോകുമ്പോൾ ടാക്സിയിൽ പോകുന്നതായിരുന്നു എന്തുകൊണ്ടും ബെറ്റർ. അതുകൂടാതെ തന്നെ കുറേ അലച്ചിൽ ഒഴിവായി. അപ്പോൾ ഇവിടെ എത്തുന്നത് വരെ, ടാക്സി കയറുന്നത് വരെ ഞങ്ങളുടെ മൈൻഡിൽ മൂകാംബികയിൽ പോവുക. ഒറ്റ ദിവസമേ ഞങ്ങൾ അവിടെ നിൽക്കുന്നുള്ളൂ. അതായത് 4-ാം തീയതി പോകുന്നു, 5-ാം തീയതി മൂകാംബികയിൽ എത്തുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് 6-ാം തീയതി 8 മണിക്ക് ഞങ്ങൾക്ക് ട്രെയിൻ രാവിലെ. അപ്പോൾ ഒറ്റ ദിവസമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ മൂകാംബിക മാത്രമായിരുന്നു ഞങ്ങളെ മനസ്സിലുണ്ടായിരുന്ന ട്രിപ്പ്. പക്ഷേ ഈ കാറിൽ കയറിയതിന് ശേഷം ആ ചേട്ടൻ്റെ ആയിട്ടുള്ള ഡിസ്കഷനിൽ ഞങ്ങളത് അങ്ങനെ തീരുമാനം മാറ്റുന്നു. ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോകുന്നു. ഹോട്ടലൊക്കെ കണ്ടുപിടിച്ച് തന്നത് ചേട്ടനാണ്. സോ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. നമ്മൾ നോർമലി ബസ് പിടിച്ച് 8 പേര് പോയി അലഞ്ഞു തിരിയുന്നതിനേക്കാളും അതിൻ്റെയും താഴെ ഈ ഒരു ടാക്സി പിടിക്കുന്നതിൽ ഞങ്ങൾക്ക് യൂസ്ഫുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ടാക്സി കയറിയതിന് ശേഷം നമ്മുടെ ഫുൾ പ്ലാൻ മാറുന്നു. നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നു. അവിടെ നിന്നും പിന്നെ ജസ്റ്റ് ഫ്രഷായി ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ മുരുഡേശ്വരം ടെമ്പിളിലേക്ക് പോകുന്നു. അത് നമ്മുടെ പ്ലാനിലില്ലാത്ത കാര്യമായിരുന്നു. അതിനുശേഷം ഉച്ചയോടുകൂടി തിരിച്ചു വന്നിട്ട് എനിക്ക് അന്ന് ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നേരത്തെ ഡാൻസിന് കയറണം. ഇവർ പിന്നെ മൂകാംബികയിലേക്ക് തൊഴാൻ പോയി. അങ്ങനെയായിരുന്നു പ്ലാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ആദ്യം സത്യ എന്ന് പറഞ്ഞിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള കുറേ ഹോട്ടൽസ് പുള്ളി കാണിച്ചു തന്നു. സത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ പോയി. പക്ഷേ അവിടെ ഓൾറെഡി ബുക്ക്ഡ് ഫുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു സ്റ്റേ എടുത്തു. വളരെ അടിപൊളി റൂമായിരുന്നു. റൂം ഇതിൽ കാണിക്കാൻ പറ്റിയില്ല, പേര് ഞാൻ കാണിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായിട്ട് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി. മുരുഡേശ്വരത്തേക്കാണ് പോകുന്നത്.
നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ കേരള ഫുഡിനേക്കാളും ഡിഫറെൻ്റാണ്, ടേസ്റ്റ് ഡിഫറെൻ്റാണ്. ബട്ട് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഫുഡൊക്കെ ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ചായയാണ് കേട്ടോ. ചായയൊക്കെ അടിപൊളി ചായയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതും കുടിച്ചിട്ട് ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷേ അതിനിടയിൽ ഒരു അബദ്ധം പറ്റി. ഒരു 12 മണിക്ക് എനിക്ക് തിരിച്ച് മൂകാംബികയിൽ വന്നിട്ട്, അതായത് നമ്മുടെ ഡാൻസിൻ്റെ ബാക്കി കാര്യങ്ങളും മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ ഒരു 11:30 ഞങ്ങൾ മുരുടേശ്വരത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇനി പിന്നെ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് ഈ മൂകാംബികയിൽ നിന്ന് മുരുടേശ്വരത്തേക്ക് ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട്. എന്തായാലും ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ മുരുടേശ്വരത്തേക്ക് പോയി. ജസ്റ്റ് എന്താ ഭാഗ്യം എന്നറിയില്ല, ഓഫ് സീസൺ ആയതുകൊണ്ടാണോ, പിന്നെ മുരുടേശ്വരത്തേക്ക് പോകുന്നവർ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോകുന്നവർ അവരെ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം പോവുക. കാര്യം അവിടെ പണി നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം എന്തോ ക്ലോസ്ഡാണ്. ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് പോകാനും പറ്റി, നന്നായിട്ട് തൊഴാനും പറ്റി. ഒരുവിധം ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ട്, ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒന്ന് ഓടിച്ച് കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ആഴിമല അമ്പലത്തിലെ ശിവൻ്റെ ഇതുപോലെ അവിടെ വച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പണിയൊക്കെ നടക്കുകയാണ്. അടിപൊളി ഒരു അമ്പലം. അതിൽ ഒരുപാട് നേരം നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത്, ഇവർക്കൊക്കെ അവിടെ നിൽക്കണമെന്നുണ്ട്. പാവം എനിക്ക് വേണ്ടി ഷടപടാന്ന് അവിടെ നിന്ന് വരുമായിരുന്നു. കാരണം ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റായി. ഒരു മണിക്ക് മുന്നെങ്കിലും അവിടെ എത്തിയില്ലെങ്കിൽ എൻ്റെ കാര്യം ഗോവിന്ദ, ടീച്ചർ എന്നെ ശരിയാക്കും. സോ അതുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയി തൊഴുത് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ പോവാണ്. തിരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല അതിഗംഭീരമായ മഴയിലും പെട്ടെന്ന് തന്നെ ഡ്രൈവർ ചേട്ടൻ വണ്ടി ചവിട്ടി വിട്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയി. മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഒരു 10-20 പിള്ളേരുണ്ടായിരുന്നു. മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6:30 ഞങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിലേക്ക്. എനിക്കിതിന് മുന്നേ തൊഴാൻ പറ്റിയില്ല കേട്ടോ, അതൊരു ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ കൂടെയുള്ളവരൊക്കെ ഫാമിലിയൊക്കെ ഉച്ചയ്ക്കും തൊഴുതു. പക്ഷേ എനിക്ക് ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം, പക്ഷേ സ്പെഷ്യൽ പാസ്സിൽ ഞങ്ങളകത്ത് കയറി നട അടയ്ക്കുന്നതിന് കുറച്ച് മുന്നേ ഞങ്ങൾ ദേവിയെ കണ്ട് തൊഴാണ് ചെയ്തത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ തൊഴാൻ പറ്റി. എന്തായാലും ഡാൻസ് എല്ലാവരും റെഡിയായി. 6:30 ഞങ്ങൾ അകത്ത്, അതായത് അമ്പലത്തിന് അകത്ത് എന്ന് പറയാൻ പറ്റില്ല, സൈഡിൽ ഒരു എപ്പോഴും പ്രോഗ്രാം നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അവിടെയായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം. അടിപൊളിയായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. എന്താ പറയുക, എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിനൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു പ്രത്യേക ഒരു ഫീലാണ്. പ്രത്യേകിച്ച് ഈ മൂകാംബിക എന്നൊക്കെ പറയുമ്പോൾ ഡാൻസ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ കലാകാരന്മാരായിട്ടുള്ളവർക്കൊക്കെ ഒരു ഭാഗ്യമാണ് ഇവിടെ വന്ന് പെർഫോം ചെയ്യാമെന്നൊക്കെ ഉള്ളത്. ഭയങ്കര സന്തോഷമായിരുന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ ഡാൻസ് കഴിഞ്ഞു. പതിവുള്ളതുപോലെ റീൽസും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ റൂമിലേക്ക് പോയി. നമുക്ക് നാളെ, അതായത് പിറ്റേ ദിവസം 6-ാം തീയതി 8 മണിക്ക് ഉടുപ്പിയിൽ നിന്ന് നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് ട്രെയിനുണ്ട്. അതിന് മുന്നേ അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, നമ്മളെ വിട്ടു പോയിട്ടില്ല. പിറ്റേ ദിവസം ഞങ്ങൾ റെഡിയായി കുളിച്ച് ഒരു 3 മണിക്ക് ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്താൽ നമ്മൾ ഉടുപ്പിയിലുള്ള ശ്രീകൃഷ്ണ ടെമ്പിൾ, അതും നമ്മുടെ ലിസ്റ്റിലില്ലാത്ത ക്ഷേത്രമായിരുന്നു. പക്ഷെ പോയില്ലെങ്കിൽ വൻ നഷ്ടമായതിന്. അത്രയും അടിപൊളി ഒരു ശ്രീകൃഷ്ണ ടെമ്പിൾ ഉണ്ടായിരുന്നു. അവിടെയും പോകാൻ ഭാഗ്യം കിട്ടി.
അതുകൊണ്ട് തന്നെ എല്ലാം കവർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ട്രിപ്പായിട്ട് ഞാൻ കരുതുന്നു. ഇവിടെയൊക്കെ നിങ്ങൾ പോകണം കേട്ടോ, മിസ് ചെയ്യരുത്, ഇവിടെയൊക്കെ പോകണം. അതനുസരിച്ച് തന്നെ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയും വേണം. അങ്ങനെ ഒരു 4:30 ഞങ്ങൾ ആ അമ്പലത്തിലെത്തി. ശ്രീകൃഷ്ണ, ഉടുപ്പിയിലുള്ള ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ്. അപ്പോൾ അവിടെ എത്തി. ആക്ച്വലി അതിൻ്റെ ഫ്രണ്ട് ഗേറ്റോ ബാക്ക് ഗേറ്റോ അതിൻ്റെ ഒന്നും അറിയാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ബാക്ക് ഗേറ്റിൽ കൂടെയാണ് കയറിയത്. വളരെ അടിപൊളിയായിട്ടുള്ള, നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് കാണേണ്ട ഒരു ടെമ്പിളാണ്. ഒരുപാട് വലിയ അമ്പലമാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് വെള്ളത്തിൽ തന്നെയുള്ള പിന്നെ പൂജകളും പിന്നെ ഗോശാല, അങ്ങനെ ഒരുപാട് നമുക്ക് കാണുമ്പോൾ എന്താ പറയുന്നത്, ഒരു അത്ഭുതമൊക്കെ തോന്നുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് ഉടുപ്പി സ്റ്റേഷനിൽ തിരിച്ച് മനസ്സംതൃപ്തിയോടെ വന്നിറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഉടുപ്പി സ്റ്റേഷനിൽ അത് തൊട്ടടുത്തായിട്ട് നിങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ 1 ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഏതെടുത്താലും 300 രൂപ. അങ്ങനെ അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഷർട്ട്സ്, പാൻറ്റ്സ് അതൊക്കെ വരുന്നത്. അടിപൊളി ക്വാളിറ്റിയുള്ള കുറച്ചധികം ഡ്രസ്സസ് ഉണ്ടായിരുന്നു. കുറച്ചധികം ഞാനും വാങ്ങി. ഇത് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. ഉടുപ്പിയിൽ വന്ന് ഇറങ്ങുമ്പോൾ ഷോപ്പ് മറക്കണ്ട, ഒന്ന് വിസിറ്റ് ചെയ്താൽ കുറച്ച് ക്വാളിറ്റിയുള്ള 300 രൂപയ്ക്ക് എന്തായാലും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഇവിടുത്തെ ഷോപ്പിലൊക്കെ എങ്ങനെ വരും മിനിമം 10-700 രൂപ കൊടുക്കുന്ന സാധനമാണ് 300 രൂപയ്ക്ക് നല്ല ക്വാളിറ്റിയോടെ കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെ അപ്പോഴേക്കും ഒരു ½ ആൻ അവർ വൈകിയാണെങ്കിലും ഞങ്ങളുടെ ട്രെയിൻ എത്തി. ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ളതിനേക്കാളും അത്യാവശ്യം എല്ലാ സ്റ്റോപ്പിലും നിർത്തി. വളരെ വൈകി. എങ്ങനെയെങ്കിലും നേരത്തെ എത്തുമായിരുന്ന ട്രെയിൻ 11:30 ട്രിവാൻഡ്രത്ത് എത്തുള്ളൂ നൈറ്റ്. ആ ഒരു സമയം എത്തിക്കാൻ വേണ്ടി എല്ലായിടത്തും നിർത്തി. അങ്ങനെ ആക്ച്വലി എല്ലാവരും ടയേർഡായിരുന്നു, പക്ഷെ വളരെ നല്ലൊരു യാത്രയായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ഫാമിലി ട്രിപ്പാന്ന് വേണമെങ്കിൽ പറയാം. നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 11:30 തന്നെ ട്രിവാൻഡ്രം സ്റ്റേഷനിൽ ഇറങ്ങുകയും ചെയ്തു.